ആക്രമണകാരികളായിട്ടുള്ള ജീവന് ഭീഷണി സൃഷ്ടിക്കുന്ന തെരുവുനായ്ക്കളെ കൊല്ലാനുള്ള അനുവാദം വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് നൽകേണ്ടതാണ്. തെരുവുനായ കടിക്കുമ്പോൾ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്നു. അതിനാധാരമായിട്ടുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണ്. വലിച്ചെറിയാതിരിക്കുക എന്ന് ഇത്രയും കാലത്തെ ബോധവൽക്കരണം നടത്തിയിട്ടും അതിൽ ഗണ്യമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്നത്. തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇന്ന് പത്രസമ്മേളനത്തെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിച്ചത്. പത്രസമ്മേളനത്തിൽ തെരുവുനായ ശല്യത്തെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ. 2 കുട്ടികളാണ് തെരുവുനായയുടെ കടിയേറ്റ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അതിനദ്ദേഹം വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നിയമം മാറാതെ സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല, ഒരു ABC സെൻറ്റർ, നായകളെ വന്ധീകരിക്കാനുള്ള ABC സെൻറ്ററിനെതിരെയുള്ള ജനങ്ങളുടെ മനോഭാവം മാറണം. ഇത് രണ്ടും മാറാതെ എന്തായാലും പറ്റത്തില്ല. നായകളെ കൊന്നെടുക്കാൻ പറ്റത്തില്ല എന്ന നിയമമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിൽ നിന്ന് മാറി അപകടകാരികളായിട്ടുള്ള നായ്ക്കളെയെങ്കിലും കൊന്നു കളയാനുള്ള നിയമം വേണമെന്നും MB രാജേഷ് പറയുന്നുണ്ട്. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്, അത് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല വേണ്ടതെന്നും അത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. തെരുവുനായ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ സുപ്രധാനമാണ്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തില് 2017 മുതൽ തെരുവുനായ നിയന്ത്രണ പദ്ധതി നടപ്പാക്കിയിരുന്നു. ഏതാണ്ട് 800-ലധികം ABC കേന്ദ്രങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഹൈക്കോടതി വിധി പ്രകാരം കുടുംബശ്രീ മുഖേന നടത്തിയിരുന്ന ABC പ്രവർത്തനങ്ങൾ നമുക്ക് തുടരാൻ കഴിയാത്ത സ്ഥിതി വന്നു. ആനിമൽ വെൽഫെയർ ബോർഡിന്റെ അംഗീകാരം ഈ ABC കേന്ദ്രങ്ങൾക്കില്ല എന്നതിന്റെ പേരിലാണ് ഹൈക്കോടതി ഇതിന് അനുമതി നിഷേധിച്ചത്. ആനിമൽ വെൽഫെയർ ബോർഡിന്റെ അംഗീകാരം ലഭിക്കണമെങ്കിൽ ABC റൂൾസിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളെല്ലാം പാലിക്കണം. അത് ഞാൻ നേരത്തെ പലതവണ വിശദീകരിച്ചതാണ്. എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്റർ വേണം, അതുപോലെ റെഫ്രിജറേറ്റർ ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ വേണം, 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ഉണ്ടായിരിക്കണം, തുടങ്ങിയിട്ടുള്ള വ്യവസ്ഥകളൊക്കെയാണ്. അപ്പൊ അത്തരം വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളതല്ല എന്നതിന്റെ പേരിൽ ആനിമൽ വെൽഫെയർ ബോർഡ് ഇതിന് അനുമതി നിഷേധിച്ചു. അതിന്റെ പേരിൽ ഇവയുടെ പ്രവർത്തനം ഹൈക്കോടതി വിലക്കുകയും ചെയ്തു. അത് കേരളത്തിലെ തെരുവുനായ നിയന്ത്രണത്തെ, വന്ധ്യംകരണത്തെ വലിയ തോതിൽ പിന്നോട്ടടിപ്പിച്ചിട്ടുള്ള ഒരു നടപടിയാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ABC റൂൾസ് അനുസരിച്ച് 10/3/2023 കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ള ആനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങളുണ്ട്. അത് പ്രകാരം ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം വന്ധ്യംകരണം മാത്രമാണ്. ആക്രമണകാരികളായിട്ടുള്ള തെരുവുനായ്ക്കളെ കൊല്ലാനുള്ള അനുവാദമില്ല. ആക്രമണകാരികളെ പോലും കൊല്ലാനുള്ള അനുവാദമില്ല. തെരുവുനായ്ക്കളെ ആകെ കൊല്ലണം എന്നുള്ള വാദം ഒരു കാലത്തും നമ്മൾ മുന്നോട്ടും വെച്ചിട്ടില്ല. പക്ഷെ ആക്രമണകാരികളെ പോലും ഒന്നും ചെയ്യാനാവില്ല. വന്ധ്യംകരണം അല്ലാതെ മറ്റൊരു മാർഗമില്ല. അപ്പോ ചെയ്യാവുന്നത് ഇത് വംശവർദ്ധനവ് നിയന്ത്രിക്കാൻ വന്ധ്യംകരണം നടത്തുക എന്നതാണ്. പക്ഷെ പ്രശ്നം എന്താ? വന്ധ്യംകരണം നടത്തണമെങ്കിൽ ABC കേന്ദ്രങ്ങൾ ഈ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ടുള്ളതായിരിക്കണം. കർക്കശമായിട്ടുള്ള വ്യവസ്ഥകളാണ്. പിന്നെ ഒരു തെരുവുനായെ പിടിച്ചുകൊണ്ടുപോയാൽ, ഒരു പഞ്ചായത്തിന് ഒരു ABC കേന്ദ്രമാണെന്ന് കരുതുക, അതിനെ ഒരു സ്ഥലത്ത് നിന്ന് തെരുവുനായെ പിടിച്ചുകൊണ്ടുവന്ന് ABC കേന്ദ്രത്തിൽ വെച്ച് സർജറി നടത്തിയാൽ ഒരാഴ്ച ഇതിനെ ശുശ്രൂഷിക്കണം. മുറിവുണങ്ങി ഇൻഫെക്ഷൻ വരില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ തിരിച്ചുവിടണമെന്നാണ്. അതായത് നിങ്ങൾക്ക് ABC കേന്ദ്രത്തിൽ തുറന്നുവിടാൻ പറ്റില്ല. വാഹനത്തിൽ പിടിച്ചുകൊണ്ട് ഇവിടെ വരണം, സർജറി നടത്തി ഒരാഴ്ച ഇതിന് ശുശ്രൂഷകൾ കൊടുത്ത് മുറിവുണങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം വാഹനത്തിൽ കയറ്റി തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുവിടണം. ഇത് എത്രമാത്രം അപ്രായോഗികമാണെന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിന്റെ വേഗതയിലെ നമുക്ക് നടത്താനാവും. രണ്ടാമത്തെ പ്രശ്നം, ABC കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനുള്ള എതിർപ്പുണ്ട്. അത് പ്രാദേശികമായിട്ടുള്ള എതിർപ്പാണ്. എല്ലാവരും തെരുവുനായയെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തെരുവുനായയുടെ കടി ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു. പക്ഷേ നിയന്ത്രിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് ABC കേന്ദ്രം തുടങ്ങലാണ്. എവിടെ ABC കേന്ദ്രം തുടങ്ങാൻ പോയാലും അവിടെ എതിർപ്പാണ്. ഇവിടെ പറ്റില്ല എന്നതാണ് ഓരോ സ്ഥലത്തുള്ള നിലപാട്. ആ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് കുറെ ABC കേന്ദ്രങ്ങൾ, 15 കേന്ദ്രങ്ങൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചത്. 9 എണ്ണം പുതുതായിട്ട് തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രം ആരംഭിക്കാൻ പണം കൊടുത്താൽ മാത്രം പോരാ, കേന്ദ്രം ഉണ്ടാക്കിയാൽ മാത്രം പോരാ. കേന്ദ്രം ഉണ്ടാക്കണമെങ്കിൽ ആദ്യത്തെ എതിർപ്പ് മറികടക്കണ്ടേ. അതിശക്തമായിട്ടുള്ള എതിർപ്പാണ്. ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായം സഹകരണം കിട്ടിയിട്ടില്ല. അവരുടെ സൗകര്യം അപ്പൊ അത് വേണ്ട നടത്താറുണ്ട്. കാരണം ഈ പറഞ്ഞ ഇളവ്
കേന്ദ്രം നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് വെറ്ററിനറി ഡോക്ടർമാരെ പലയിടത്തും സഹകരിക്കാത്ത പ്രശ്നങ്ങൾ കണക്കായിട്ട് പറയുന്നു. ഈ രണ്ട് വകുപ്പുകൾ തമ്മിൽ ഇതിന് പരിഹാരം കാണേണ്ടതാണ്. രണ്ട് വകുപ്പുകൾ തമ്മിൽ ഇതിനെ സംബന്ധിച്ച് യോഗം ചേരുകയും കൂട്ടായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വെറ്റിനറി ഡോക്ടർമാരുടെ അവരുന്നയിക്കുന്ന ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുന്നയിക്കുന്നുണ്ട്. സെക്രട്ടറിമാരും ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് നമുക്ക് കഴിയാവുന്നത്ര കേന്ദ്രങ്ങൾ ആരംഭിക്കാം. പക്ഷെ പ്രശ്നം അപ്പോഴും ഈ ജനകീയമായിട്ടുള്ള എതിർപ്പിനെ, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന എതിർപ്പിനെ എങ്ങനെ നേരിടുന്നുള്ളതാണ്. അതിന് ഒരു പരിഹാരം ഉണ്ടായാലേ കൂടുതൽ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ നേരിടുന്ന പ്രശ്നം കൂടുതൽ ABC കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ വരുന്ന ഈ എതിർപ്പാണ്. ഷെൽട്ടർ ഹോം കേരളത്തിൽ പ്രായോഗികമാവുന്ന ഒരു കാര്യമല്ല. കാരണം ABC കേന്ദ്രം പോലും ആളുകൾ അംഗീകരിക്കുന്നില്ല. അപ്പോഴാണ് നൂറുകണക്കിന് നായ്ക്കളെ, തെരുവ് നായ്ക്കളെ ഒന്നിച്ച് പാർപ്പിക്കാൻ പറ്റുന്ന ഷെൽട്ടർ ഹോം നമ്മൾ പലയിടത്തും ശ്രമിച്ചതും പരാജയപ്പെട്ടതുമാണ്. ABC കേന്ദ്രം എന്ന് പറയുമ്പോൾ പരിമിതമായ എണ്ണ വരൂ. ഒന്നിനെ പിടിച്ചുകൊണ്ടുവന്ന് ശസ്ത്രക്രിയ നടത്തി തിരിച്ചുവിട്ടാലേ അടുത്തൊന്നിനെ കൊണ്ടുവരാൻ പറ്റൂ. അതിന് പോലും എതിർപ്പാണ് നേരിടുക. അപ്പൊ നൂറുകണക്കിന് തെരുവ് നായ്ക്കളെ എവിടെയാണ് നമ്മൾ പാർപ്പിക്കുക? കേരളം പോലെ ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് എവിടെയാണ് ഭൂമി അതിന് ലഭ്യമാവുക? ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ABC ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ കാര്യമായിട്ട് ഇളവ് വരുത്തണം. അതോടൊപ്പം ആക്രമണകാരികളായിട്ടുള്ള തെരുവുനായ്ക്കളെ, ഞാൻ അടിവരയിട്ട് പറയുന്നു, എല്ലാ തെരുവുനായ്ക്കളെയും എന്നേ അല്ല, ആക്രമണകാരികളായിട്ടുള്ള ജീവന് ഭീഷണി സൃഷ്ടിക്കുന്ന തെരുവുനായ്ക്കളെ കൊല്ലാനുള്ള അനുവാദം വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് നൽകേണ്ടതാണ്. അതിലൊന്നും ഇപ്പൊ തീരുമാനമായിട്ടില്ലല്ലോ. കോടതിയിൽ നിരവധി കേസുകൾ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇക്കാര്യത്തിൽ ഒരു ബോധവൽക്കരണം, ജനങ്ങളുടെ ഇടയിൽ ഒരു സമവായം ഉണ്ടാവണം ABC കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ കൂടുതൽ ABC കേന്ദ്രം ആരംഭിക്കൽ അല്ലാതെ വേറെ പോകാൻ വഴിയില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇളവ് അനുവദിച്ചാൽ പോലും നമുക്ക് കൂടുതൽ ABC കേന്ദ്രം ആരംഭിക്കണമെങ്കിൽ ഈ എതിർപ്പുകൾ മാറണം. അതിനിപ്പം വലിയ മാറ്റം വന്നിട്ടുണ്ട്, വലിയ തോതിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് മാറി എന്ന് പറയുന്നില്ല. കുറച്ചൊക്കെ ആ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. അത് തടയാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തുന്നു, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളെ നിയോഗിച്ചിരിക്കുന്നു. പിന്നെ ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, നമ്മൾ എത്ര ശ്രമിക്കുമ്പോഴും ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഇത് വലിച്ചെറിയാതിരിക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇന്നലെ മൂന്നാറിലുണ്ടായിരുന്നു. മൂന്നാർ ടൗണിൽ നിന്ന് ഈ മാലിന്യമുക്ത ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ടൗണിൽ നിന്ന് മാർച്ച് മാസത്തിൽ മാത്രം നീക്കിയത് 50 ടൺ മാലിന്യമാണ്. ഇന്നലെ ചെന്ന് നോക്കുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാനേ തോന്നില്ല. കാരണം അതുപോലെ മാലിന്യം വീണ്ടും വന്നിരിക്കുന്നു, വഴിനീളെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതില് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തെരുവുനായ കടിക്കുമ്പോൾ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്നു. അതിന് ആധാരമായിട്ടുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണ്. വലിച്ചെറിയാതിരിക്കുക എന്ന് ഇത്രയും കാലത്തെ ബോധവൽക്കരണം നടത്തിയിട്ടും അതിൽ ഗണ്യമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് കാര്യത്തിൽ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല. പക്ഷെ ആളുകളുടെ മനോഭാവത്തിൽ കൂടിയ മാറ്റം ഉണ്ടാവണ്ടേ? നിർഭാഗ്യവശാൽ അതുണ്ടാവുന്നില്ല. ഇത് പൂർണ്ണമായും സർക്കാർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ മാത്രം ചുമതല എന്ന നിലയിലല്ല. മാലിന്യം തെരുവിൽ വലിച്ചെറിയാതിരിക്കണമെങ്കിൽ പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം.